ആദ്യം ഒരു രസത്തിന് തുടങ്ങി, പിന്നെ രസമല്ല, സാമ്പാറല്ല, കഷായം കഴിച്ചാൽ പോലും മാറ്റാൻ പറ്റാത്ത ചില ശീലങ്ങളാണ് ദുശീലങ്ങൾ. ഉദാഹരണത്തിന് മദ്യപാനം, പുകവലി, മുറുക്ക്, പിന്നെ ഭയങ്കര ജലദോഷം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്ന ദുശീലം. ഈ ശീലവും ദുശീലവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ, ഒരു ദു എന്ന വാക്കിന്റെ വ്യത്യാസം. അതായത് കാലത്തെണീറ്റ് നമ്മൾ എന്നും പത്രം നോക്കുന്നത് ശീലം, പക്ഷേ അതിലെ ചരമകോളം മാത്രം നോക്കുന്നത് ഒരു ദുശീലമാണ്. അതുപോലെ തന്നെ രാത്രി ഉറക്കത്തിൽ എണീറ്റ് മൂത്രം ഒഴിക്കാൻ പോകുന്നത് ശീലം, അതേ മൂത്രം ബെഡി ഒഴിച്ച ദുശീലം. ഒരു ചെടിക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് വെള്ളം ഒഴിക്കുവാണെങ്കിൽ അത് ശീലം, പക്ഷേ ആ ചെടി ഒരു കഞ്ചാവ് ചെടിയാണെങ്കിൽ അതൊരു ദുശീലം. ഞങ്ങളുടെ വീടിനടുത്തൊരു ചേട്ടനുണ്ട്. പുള്ളിയുടെ ശീലം എന്ന് പറഞ്ഞാൽ മീൻപിടുത്തമാണ്. ഈ മീൻപിടുത്തം കൂടി കൂടി പിന്നെ സീൻപിടുത്തം ആയപ്പോൾ അതൊരു ദുശീലമായി, നാട്ടുകാരിടപെട്ടപ്പോൾ അതൊരു അശ്ലീലമായി. ഇങ്ങനെയൊക്കെ ദുശീലങ്ങൾ ഉണ്ടെങ്കിലും ദുശീലങ്ങളുടെ രാജാവ് എപ്പോഴും മദ്യപാനം തന്നെയാണ്. മദ്യം കണ്ടുപിടിച്ചത് വിദേശികളാണെങ്കിലും ഈ നാടൻ കപ്പ, നാടൻ ഊണ് എന്നൊക്കെ പറയുന്ന പോലെ നാടൻ വിദേശ മദ്യം എന്ന് നമ്മൾ പറയുക. അത്രയ്ക്കിഷ്ടമാണ് മലയാളികൾക്ക് മദ്യം. ഈ മദ്യം കൊണ്ട് വിദേശികൾ തണുപ്പിനെ അതിജീവിക്കുമ്പോൾ നമ്മൾ അതിൽ ജീവിക്കുക. എന്തിനേറെ പറയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കോട്ടും സൂട്ടും ഇട്ട ഒരു വെള്ളക്കാരൻ വിദേശി റോഡിൽ മദ്യവെച്ച് കിടക്കുന്നത്? ഇല്ല, കാണാനിടയില്ല. എന്നാൽ നമ്മളാണെങ്കിൽ വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ റോഡിൽ കിടന്ന് കാണിച്ചു കൊടുത്തു. ഈ മദ്യപിക്കലും പെണ്ണ് കാണലും ഏതാണ്ട് ഒരുപോലെയാ. രണ്ടും 5 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മ കാണില്ല. അതുപോലെ തന്നെയാണ് അടുക്കള ഏതാന്ന് ചോദിച്ചാൽ വീടിന്റെ അകത്തളം കാണിച്ചു തന്ന ചേട്ടന്മാര് ലോക്ക്ഡൌൺ സമയത്ത് സാധനം കിട്ടാതായപ്പോൾ അടുക്കളയിൽ കയറി കുക്കറും കലവും ട്യൂബും എടുത്ത് വാറ്റി പല ഉൽപ്പന്നങ്ങൾ വരെ ഉണ്ടാക്കി. അടുത്ത ശീലമാണ് ദുശീലമാണ് പുകവലി. ഈ പുകവലിയും BMW ഒരുപോലെയാ. എന്താണെന്നറിയോ? രണ്ടിനും വലിയ വില കൊടുക്കേണ്ടി വരും. ഈ പുകവലിക്കരുത് എന്ന് കൂടുതലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്താ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ബന്ധമില്ലാണ്ട് എന്തിനാ ഇവര് എഴുതിയിരിക്കുന്നതെന്ന്. പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് പുരുഷന്മാരുടെ നോട്ടം എപ്പോഴും സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് അവിടെ തന്നെ പുകവലിക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഭയങ്കര പുകവലി കേട്ടോ. അപ്പോൾ അവനെയും കൊണ്ട് ഞാനൊരു മാഷിനെ കാണിച്ചപ്പോൾ മാഷ് അവനോട് പറഞ്ഞു, എടാ നീ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് നിന്റെ 1 മണിക്കൂറാ പോകുന്നേ. എന്നാൽ നീ ഒന്ന് ചിരിച്ചു നോക്ക്, ജീവിതത്തിൽ നിന്റെ 1 മണിക്കൂർ കൂടുമെന്ന്. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ചിരിച്ചോണ്ട് നിന്ന് സിഗരറ്റ് വലിക്കുന്നത്. ചോദിച്ചപ്പോൾ പറയാ ബാലൻസ് ചെയ്യണ്ടേന്ന്. ഇനി ഈ ടിപ്സ് പ്രയോഗിച്ച് ആരെങ്കിലും ചിരിച്ച് പുകവലിച്ച് ആ പുക മണ്ടേ കയറി മേലോട്ട് പോയാൽ ഞാൻ ഉത്തരവാദിയല്ലേ? നമ്മുടെ നാട്ടില് ഈ ദുശീലമൊക്കെ മാറാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയോ? ആ ചെറുക്കനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കുക. 10-25 വയസ്സ് വരെ അഴിച്ചു വിട്ട കാളയെ പോലെ നടന്ന് വല്ല വൈക്കോലോ പൊല്ലോ തിന്ന് വഴിതെറ്റി പോയതിനെയൊക്കെ നമ്മുടെ തലയിൽ കെട്ടിവെച്ച് തരും. എന്നിട്ട് നമ്മൾ വെറും 3 മാസം കൊണ്ട് നിങ്ങളെ നന്നാക്കണം. അല്ല, എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക, നമ്മളെന്താ വല്ല DHC സെന്ററോ മറ്റോ ആണോ? അതുപോലെ തന്നെയാണ് ഇവന്മാര് പണിക്ക് പോകാതെ അടയ്ക്കാതെ വിട്ട ഹോം ലോണ്, കാർ ലോണ്, എഡ്യൂക്കേഷൻ ലോണ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ മാല, കമ്മല്, മോതിരം വരെ വിറ്റിട്ട് അടയ്ക്കണം. എന്താ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാടെ നടക്കുന്നേ? അമേഴ്സിങ്, റിയലി അമേഴ്സിങ്. ഈ തരം ദുശീലങ്ങളിൽ അടുത്തൊരു ദുശീലമാണ് വിശ്വാസം. നല്ലൊരു ശീലമാണല്ലേ, പക്ഷെ അത് അന്ധവിശ്വാസമായ ദുശീലമാവും. ഞങ്ങളുടെ നാട്ടിൽ വെറും 1 ലക്ഷം രൂപ കടമുള്ളൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി ഈ കടം തീരാൻ വേണ്ടി പ്രശ്നം വെച്ച് നോക്കാൻ പോയപ്പോൾ ജ്യോത്സ്യം പറഞ്ഞു, നിങ്ങളുടെ വീടാണ് പ്രശ്നം, അതിരിക്കുന്ന ദിശ മാറ്റി ഒന്ന് കിഴക്ക് ദിശയിലോട്ട് പുതുക്കി പണിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെറ്റെന്ന്. സത്യം പറയാലോ, ആ കിഴക്ക് ദിശയിലേക്ക് വീട് പുതുക്കി പണിഞ്ഞപ്പോൾ പുള്ളിയുടെ 1 ലക്ഷം രൂപയുടെ കടം മാറി. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഹോം ലോൺ ആയിട്ട് ഒരു 15 ലക്ഷം രൂപ കടം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മൊബൈല്, അതിൻ്റെ ഉപയോഗം വലിയൊരു ദുശീലമാണ്. കാലത്ത് ഉറങ്ങി എണീക്കുമ്പോൾ ബെഡിൽ സ്വന്തം ഭാര്യയെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, മൊബൈൽ കാണണം. ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ മൊബൈൽ എടുത്ത് കാലത്ത് ബാത്റൂമിൽ തൊട്ട് തന്നെ ഇവർ ഡിജിറ്റലായി തുടങ്ങി. ഈ മൊബൈൽ നോക്കി സത്യം പറഞ്ഞാൽ കണ്ണും പോയി, ഹെഡ്ഫോൺ കുത്തി കാതും പോയി. ഇത് നോക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് നാക്കിന് മാത്രം വലിയ കുഴപ്പമില്ല. ഈ കുട്ടികൾ ഇതുപോലെ മൊബൈൽ കാണാറുണ്ട് അല്ലേ? അത് കൂടുതൽ കാണുന്നത് കാർട്ടൂണാണ്. ഈ കുട്ടികളുടെ കാർട്ടൂൺ കാണുന്ന ദുശീലം ശരിക്കും പറഞ്ഞാൽ അവരെയല്ല ബാധിക്കുന്നത്, അവരുടെ അമ്മമാരായ നമ്മളെ കൂടെയാ. കാരണം മുമ്പൊക്കെ എന്നോട് ആലപ്പുഴയ്ക്ക് എങ്ങനെയാ പോവാന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എറണാകുളം അരൂര് വഴി ആലപ്പുഴ എന്ന്. പക്ഷെ ഇപ്പൊ ചോദിച്ചാൽ ഞാൻ പറയും എറണാകുളം അരൂര് ആലപ്പുഴയ്ക്കുള്ള ബസ്. നമ്മുടെ ഡോറയുടെ എഫക്റ്റാ. ഞാനിപ്പോൾ ഒരുപാട് പേരുടെ ദുശീലം പറഞ്ഞല്ലേ. ഇങ്ങനെ മറ്റുള്ളവരുടെ ദുശീലം ഒരു പൊതുവേദി വന്ന് പറയുന്നതും ഒരു ദുശീലമാണ്. എന്ത് ചെയ്യാനാ? ഞാൻ സത്യം പറഞ്ഞ നല്ലൊരു വ്യക്തിയാ, പക്ഷേ കുറച്ച് ദുശീലം ഉണ്ടെന്നേ ഉള്ളൂ. ഐ ആം എ ഗുഡ് പേഴ്സൺ വിത്ത് ലോട്ട്സ് ഓഫ് ബാഡ് ഹാബിറ്റ്സ്. താങ്ക് യു.